അള്ളാഹു നിങ്ങളെ അവന്റെ റെപ്രസെന്റേറ്റീവുകളായിട്ട് നിങ്ങളവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹ് നോക്കുകയാണ് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, ഞാൻ നിങ്ങളിൽ പേടിക്കുന്ന ഏറ്റവും വലിയ പേടി, നിങ്ങളെ സംബന്ധിച്ചുള്ള എന്റെ കൺസേൺ, നബി തങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അങ്ങനെ ഒരു കൺസേൺ അറിയിച്ചു എന്നതാ ഏറ്റവും വലിയ റഹ്മത്ത്. കാരണം നമ്മെ സംബന്ധിച്ച് തങ്ങൾക്ക് പരിഭവം ഉണ്ടായിട്ടുണ്ട്. തങ്ങളുടെ കുടുംബത്തെ പറ്റിയല്ലല്ലോ തങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കാലശേഷം എന്റെ മക്കൾ ആര് നോക്കും? എന്റെ മക്കൾ എന്റെ തലമുറയിൽ സയ്യിദന്മാരാണ്, തങ്ങന്മാരാണ്, അവർക്ക് സക്കാത്ത് കിട്ടൂല. ആരെങ്കിലും സ്വതക്ക കൊടുത്തെങ്കിലായി. എന്റെ മക്കൾ ആരെങ്കിലും നോക്കുമോ? സക്കാത്തിന്റെ ഫണ്ട് പോലും എന്റെ കുടുംബത്തിന് കിട്ടാൻ പറ്റില്ല. നബി തങ്ങളുടെ കുടുംബം അങ്ങനത്തെ കുടുംബമാണ്. എന്നാൽ തങ്ങളുടെ കൺസേൺ ഉമ്മത്തായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തിന് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ടാണ് തങ്ങൾ ഇതൊക്കെ പറയുന്നത്. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ പേടിക്കുന്ന എന്റെ ഏറ്റവും വലിയ പേടി, മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഹറത്തിദ് ദുനിയ, ഈ ലോകത്തിന്റെ ആർഭാടങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് ഞാൻ പേടിക്കുന്നത്. അള്ളാഹു നിങ്ങൾക്ക് പുറപ്പെടുവിച്ചു തരും ഈ ലോകത്തിന്റെ ആർഭാടങ്ങൾ, ഞാൻ അത് നിങ്ങളിൽ പേടിക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹറത്തു ദുനിയ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ഫ്ലവർ എന്നാണ്. അതിന്റെ വാക്കർത്ഥം സഹറ എന്ന് പറഞ്ഞാൽ പുഷ്പം എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ നല്ല പ്രഭാവമുള്ളത് എന്നർത്ഥമുണ്ട്, നല്ല ശോഭയുള്ളത് എന്നർത്ഥമുണ്ട്. അവർ ചോദിച്ചു, വമാ സഹറത്തു ദുനിയ യാ റസൂലല്ലാഹ്, നബിയെ എന്താണ് ഈ ലോകത്തിന്റെ സഹറത്ത് എന്നങ്ങ് ഉദ്ദേശിച്ചത്? ഖാല ബറകാതുൽ അർളി, ഭൂമിക്കുള്ളിലെ ബറക്കത്തുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് അറബ് നാട്ടിലേക്ക് ആലോചിച്ച് നോക്കിയാൽ വളരെ വലിയ അത്ഭുതമല്ലേ? നമ്മളിപ്പോൾ ഗൾഫിലാണ് താമസിക്കുന്നത്, അബുദാബിയിലാണ്. ഇവിടുത്തെ ഓയിൽ കമ്പനികളിൽ ജോലി ചെയ്യുന്ന എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ട്. നിങ്ങൾക്ക് ഈ ഭൂമിക്കുള്ളിലെ ബറക്കത്ത് അല്ലാഹു തരുമോ? അങ്ങനെ തന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ മറക്കുമോ എന്നാണ് എൻ്റെ പേടി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓയിൽ കമ്പനികൾ ഡ്രിൽ ചെയ്തെടുക്കുകയാണ്. ആയിരക്കണക്കിന് മീറ്റർ താഴെ പോകുന്നതുണ്ട്, അതിലും മീറ്റർ കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്. എന്താണ് ഈ കിടക്കുന്ന സാധനം? പെട്രോളും ഗ്യാസും ഒക്കെ അല്ലാഹു തആല ഈ ഭൂമിക്കുള്ളിൽ വെച്ചിരിക്കുകയാണ്. നമ്മളത് ഫോസിൽ ഫ്യൂൽ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. എന്ത് ഫോസിൽ ഫ്യൂൽ? അങ്ങനെ ജീവജാലങ്ങൾ, ജീവികൾ ജീവിച്ചു പോയ നാടല്ല ഇത്. പിന്നെ പറയും ബില്യൺ കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഗ്രീനറി ആയിരുന്നു, പിന്നെ അത് പോയതെന്നൊക്കെ പറഞ്ഞ് ചില ഗ്രാഫിക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഓയിൽ റിസർവ് വേണ്ടത് ആഫ്രിക്കയിലും ഇന്ത്യയിലേക്കല്ലേ? ഇപ്പോഴും കാടുണ്ടല്ലോ, മുമ്പുണ്ട് ഇപ്പോഴുണ്ട്. ഇപ്പോഴും കാടുകളുള്ള പ്രദേശങ്ങൾ അന്ന് മരുഭൂമിയല്ലല്ലോ. അത് നാഷണൽ ജിയോഗ്രഫിക്കാരനോ സയന്റിസ്റ്റുകളൊന്നും അത് പറഞ്ഞിട്ടില്ല. അത് ഇപ്പോഴും പച്ചയാണ്, മുമ്പും ബില്യൺ കണക്കിന് കൊല്ലം മുമ്പ് പച്ചയാണ്. പക്ഷെ ചെടികളും ജീവജാലങ്ങളും അളിഞ്ഞുപോയി ഭൂമിന്റെ ഉള്ളിലെ സർട്ടൻ ടെമ്പറേച്ചറിൽ കുറെ കാലം കിടന്നപ്പോൾ അത് ഡീസലായി, പെട്രോളായി എന്നൊക്കെ പറയാം. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അതൊക്കെ. പിന്നെ വിശ്വസിച്ചാലില്ലെങ്കിലും എന്ന് പറഞ്ഞ പ്രോഗ്രാമുകളൊക്കെ നടക്കണ്ടല്ലോ, ആ കൂട്ടത്തിൽ വിടേണ്ടി വരും. ഭൂമിക്കുള്ളിൽ കിടക്കുന്ന ഈ സാധനങ്ങൾ ഈ മരുഭൂമിയിൽ അന്ന് എങ്ങനെ കൊണ്ടുവന്നു? അതാണ് അത്ഭുതം. ഇത് ചെടികളില്ലാത്ത പ്രദേശമാണ്, ജീവികളില്ലാത്ത പ്രദേശമാണ്, ഏറ്റവും നല്ല ചൂട് കിട്ടുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ. ഇത് അള്ളാഹുവിന്റെ ഒരു സംവിധാനമായിരുന്നു. അതും അറബികളുടെ കാലിന്റെ ചൂട്ടിൽ തന്നെ അള്ളാഹു കൊണ്ടുപോയി വെച്ചു, അതും ജസീറത്തുൽ അറബിൽ. അതല്ലേ അത്ഭുതം? നിങ്ങൾക്ക് അള്ളാഹു ഭൂമിക്കുള്ളിൽ തുറന്നു തരുമോ? അതാണ് ഞാൻ പേടിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കെന്നാ പറഞ്ഞത്? ഈസ്റ്റിലോ വെസ്റ്റിലോ ഉള്ള ആളുകളോടല്ല നബി ഞങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അസ്ഹാബിന്റെ മുമ്പിലാണ് പറയുന്നത്. ഈ രാജ്യങ്ങളിലാണ് അല്ലാഹു തആല ഇത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആളുകൾ ഇത്രയും കഷ്ടപ്പാടുള്ള മരുഭൂമിയിൽ പിടിച്ചു നിന്ന് പോന്നില്ലായിരുന്നെങ്കിൽ ഈ വിഭവങ്ങൾക്ക് അർഹരായി ഇവരുണ്ടാകുമായിരുന്നില്ല. ഇവരൊക്കെ ഇറാഖിലേക്കോ അല്ലെങ്കിൽ ഷാമിലേക്കോ യാത്ര പോയി എന്ന് വിചാരിക്കാം. ഇവിടെ ഒരു ഫ്രഷ് വാട്ടർ പോലും അവൈലബിൾ അല്ലാത്ത പ്രദേശങ്ങളാണ് ഇതൊക്കെ. അല്ലെങ്കിൽ കുറച്ച് ദിബയിലോ ലിവയിലോ കുറച്ച് കിണറുണ്ടായി എന്നല്ലാതെ എന്താ ഉണ്ടായിരുന്നത്? പക്ഷേ ചില ആളുകൾ അള്ളാഹു ഈ നാട്ടിൽ പിടിച്ചു നിർത്തുകയാണുണ്ടായി. എന്തേ? പിന്നീട് വരുന്ന വിഭവങ്ങൾക്ക് അവർ അവകാശികളാവാൻ. അത് മറ്റാരും കൊണ്ടുപോകണ്ട, നിങ്ങൾക്കത് തന്നെ. പക്ഷേ ഇതിൽ മുസ്തഖ്ലിഫുക്കും ഫീഹ, അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കാൻ. അതുകൊണ്ട് ഞാൻ പേടിക്കുന്നത് ഭൂമിക്കുള്ളിൽ നിന്ന് നിങ്ങൾക്ക് വിഭവം തരുന്നത് ഞാൻ പേടിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ ഇത് ബറക്കത്താണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് ജീവിച്ചാൽ, ശുക്ർ ചെയ്താൽ ഇത് ബറക്കത്താണ്.
ഇതിൽ മതിമറന്ന് ആഹ്ലാദിച്ച് അള്ളാഹുവിന്റെ ദീനിനും അള്ളാഹുവിന്റെ നിയമങ്ങളും കാറ്റിൽ പറത്തി ജീവിച്ചാൽ ഇത് നിഖ്മത്താണ്, ശിക്ഷയാണ്. ഇതൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തിനെ ഞാൻ പേടിക്കുന്ന ദാരിദ്ര്യമല്ല, ദാരിദ്ര്യം ഉണ്ടാവുമ്പോൾ അള്ളാഹുലേക്ക് കുറച്ച് കൂടുതൽ അടുക്കും, അത്രേ സംഭവിക്കാം. പക്ഷെ പ്രയാസമൊക്കെ വരുമ്പോഴേ നന്നായിട്ട് തഹജ്ജുദൊക്കെ നിസ്കരിക്കാത്തവനൊക്കെ എഴുന്നേറ്റ് അലാറം വെച്ച് എഴുന്നേൽക്കും. പ്രയാസം വന്നാൽ, കഷ്ടപ്പാട് വരുമ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുന്നുണ്ട്. സുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിന് ഓട്ടോമാറ്റിക്കായി മറ്റ് വിഷയങ്ങൾ നമ്മൾ എൻഗേജ് ചെയ്യാൻ നമ്മൾ അകന്നു പോവാണ്. അതുകൊണ്ടാണ് തങ്ങൾ പറയുന്നത് മുസ്തഖ്ലിഫുകും ഫീഹാ ഫയൻദുറു കൈഫ തഅമലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇതൊക്കെ തുറന്നു വെച്ച് തന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ, സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.